ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത് മത്തങ്ങ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അതിനേക്കാട്ടിലുപരി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പായസത്തിലേക്ക് എടുക്കുന്ന മത്തങ്ങ അത്യാവശ്യം പഴുത്ത മത്തങ്ങ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്നതാണെങ്കിൽ ഒരു 2 ദിവസം മുന്നേ നമ്മൾ എടുത്ത് വെളിയിൽ വെച്ചിരുന്നാൽ മതി, നമുക്ക് പഴുത്ത് കിട്ടിക്കോളും. എന്നിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ പായസത്തിലേക്ക് ചെറുപയർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് ചെറുപയർ കൂടി എടുത്തിട്ടുണ്ട്, ഈ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുപയർ ഓൾറെഡി വേവിച്ച ചെറുപയറാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി മത്തങ്ങ കൂടി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത് 1/2 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ശർക്കരപ്പാനി മാത്രമാണ് പായസത്തിലേക്ക് ചേർക്കുന്നത്, ഇനി എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. എന്നിട്ടൊരു 2 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കിത് നന്ന പരിവായിട്ട് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കിതൊരു തവി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ ചെറുപയറിലോട്ടും മത്തങ്ങയിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല പരിവായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലോട്ട് ഒരു 2 സ്പൂൺ നെയ്യ് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ടും അതുപോലെ മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ മുന്തിരിയും കാഷ്യൂ നട്ടിൻ്റെ എല്ലാത്തിൻ്റെ അളവ് നമുക്കിഷ്ടം പോലെ കൂടുതലോ കുറവൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. അതും കൂടി നമ്മൾ വറുത്ത് കോരി അങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതേ പാനിലോട്ട് തന്നെ 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ മത്തങ്ങയും ചെറുപയറും ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ആ നെയ്യൊക്കെ ഈ ചെറുപയറിലോട്ടും മത്തങ്ങയിലോട്ടൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ശർക്കരപ്പാനി വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത പാനി മാത്രമേ ഉള്ളൂ, പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 2ാം പാൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് നമുക്ക് ഒന്ന് വറ്റി, ഒരു പകുതി ഒന്ന് വറ്റി വരണം. അതുപോലെ ഒന്ന് ചെറുതായിട്ടൊരു കുറുകിയ പരുവം ആക്കുന്നത് വരെ നമ്മളതൊന്ന് ഇളക്കി, അതും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒരുപാട് തീ കൂട്ടി വെക്കരുത്, അപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണ പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1ാം പാലിൽ ഞാനൊരു 1/2 സ്പൂൺ നല്ല ജീരകവും അതുപോലെ തന്നെ 3-4 ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ചിട്ട് ആ പാലിലിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്നൊരു തിള അങ്ങ് വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ടാണ് നമ്മൾ പായസം എടുക്കുന്നത്. അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മത്തങ്ങ പായസം കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. കുക്കറിലാണ് നമ്മൾ വേവിച്ചൊക്കെ എടുത്തത് മത്തങ്ങയും എല്ലാം, അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അതിനേക്കാട്ടിലുപരി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. ചെറുപയറും മത്തങ്ങയൊക്കെ അല്ല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കയ്യിൽ ചെറുപയർ ഇല്ലയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറുപയറല്ല നമ്മുടെ കയ്യിൽ ഉണക്കലരി ഉണ്ടെങ്കിൽ അത് വേവിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ മത്തങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇതിൽ മത്തങ്ങയാണ് ചേർത്തിരിക്കണതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല കുടിക്കുന്ന സമയത്ത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.